ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പനത്തിലമ്പലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കവാടത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കവാടത്തിൽ വരയ്ക്കുന്ന മാമൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് മാമനെ കണ്ടേ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ലാസ്റ്റ് ഫൈനൽ ഡേ ആണ്. മാമന്റെ വർക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു നോക്കാം നമുക്ക്. പുനത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഭാരവാഹികൾ ഏകദേശം ഒരു ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ഫില്ലറാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കരിങ്കൽ രൂപത്തിലേക്കാണ് ഇതിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ പേര് സനോജ് എന്നാണ്. അത്തോളിയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് വർക്കുകളായിട്ട് ഞാൻ ചെയ്തിരുന്നുണ്ട്. പുതിയമ്പലത്തിൽ ഈ അടുത്തൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഗജമണ്ഡപമാണ് ചെയ്തത്. അതേപോലെ അഴിഞ്ഞിലം തളി ക്ഷേത്രത്തിൽ, രാമനാട്ടുകര ക്ഷേത്രത്തിൽ ഇതേമാതിരി കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പുനത്തിൽ ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ദ്വാരപാലകരും പിന്നെ കുറച്ച് ഡിസൈൻ വർക്കുകളാണ്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ 2 വ്യാളികൾ ചെയ്തിരുന്നു, 2 ഭാഗമായിട്ട് കയറുന്ന സൈഡിൽ തന്നെയായിട്ട്. പുനത്തിൽ ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ അതിൻ്റെ സിമൻറ്റ് വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് അതൊരു കരിങ്കൽ രൂപത്തിലേക്കാണ് നമ്മളിത് ചെയ്ത് തീർക്കുക. അപ്പോൾ ഈ ചിത്രകലയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എവിടെയും പോയി കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ഈ ചിത്രകലയോട് ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങിയതാണ്. ആദ്യം ഞാൻ സിമൻറ്റ് തേപ്പിലാണ് തുടങ്ങിയിട്ട് പിന്നെ ചിത്രത്തിലേക്ക് കടന്നതാണ്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ടും അതിൽ ആത്മാർത്ഥതയോടെയാണ് ഇത് ചെയ്ത് തീർക്കുന്നത്. നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ചിലവോ കാര്യങ്ങളോ ഏകദേശം ഒരു ബഡ്ജറ്റ് അമ്പലം കമ്മിറ്റിയായിട്ട് സംസാരിച്ച് ഇതാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതലും അത് നമ്മൾ ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി നല്ല പരിശ്രമം ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളെ കൂടെ 10 ആളുണ്ട് വർക്ക് ചെയ്യാൻ. പിഷാരികാവിലും പിന്നെ ഇവിടെ കോഴിക്കോട് കളക്ട്രേറ്റിലൊക്കെ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരൊക്കെ വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സ്കൾപ്ചർ ഡിസൈനുകൾ കൂടുതലായിട്ടും നമ്മളിവിടെ ഗാന്ധിജി, അബ്ദുൽ കലാം അങ്ങനെ പോലത്തെ കുറേ ശില്പങ്ങൾ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും ഞങ്ങൾ ഇതേപോലെ പണം മോഹിച്ചിട്ടുള്ള വർക്കുകളല്ല. നമ്മൾ ടെമ്പിൾ ആർട്ട് അല്ലാതെ തന്നെ റിസോർട്ടുകളിലും സ്കൂളുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആളുണ്ടായിരുന്നു. ഒന്ന് സുനി, അതേമാതിരി ബിനീഷ് എടക്കര, ഒരു ഗിനീഷ് ലാലു. വീട്ടിൽ 2 മക്കളാണുള്ളത്. അപ്പോൾ മക്കളും ഭാര്യയും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ ഈ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കലുണ്ട്. വീട്ടുകാരെ സപ്പോർട്ടും കൂടി കൊണ്ടാണ് ഞാൻ ഇത്രയും മുന്നോട്ട് പോകുന്നത്. പല ക്ഷേത്രങ്ങളിൽ എല്ലാവരും ആരാധനയ്ക്കായിട്ട് പോയിട്ട് ഉണ്ടെങ്കിലും അവിടെയുള്ള ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു നോട്ടത്തിൽ അവസാനിപ്പിച്ച് പോവുക എന്നല്ലാതെ അതിൻ്റെ പിന്നിൽ പ്രവർത്തകരെയോ ആരും മനസ്സിലാക്കുകയില്ല. കലഹാരയിലെ ഈ വ്ളോഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്നെ പോലത്തെ കലാകാരനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.